ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ചില സമയത്ത് അദ്ദേഹം പറയും ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയും. ചില സമയത്ത് BJP വേണ്ടി സംസാരിക്കും. വെറുതെ അപ്പൊ ഞാൻ BJP അല്ല എന്ന് പറയും, ഞാൻ കോൺഗ്രസും അല്ല എന്ന് പറയും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി അത് നടപ്പില്ല. ഇപ്പോ അഖിൽ മാരാർ ചെയ്യുന്നതിനോട് നമ്മൾ ഇപ്പൊ പ്രതികരിക്കണം, അത് 1 വർഷം കഴിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതിയോ? ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? പിഷാരടി അങ്ങനെയാണ് ചോദിച്ചത്. കാരണം ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ നമ്മളിപ്പോ പറയുന്ന അഭിപ്രായം ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ എന്താ അഭിപ്രായം പറയാനാണ്? കൊണ്ടോരടങ്ങാനായിട്ട് ഇത് മനഃപൂർവ്വം. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. എന്തൊക്കെയോ പിണറായിക്കെതിരെ പറയലാണ് പ്രധാനപ്പെട്ട പണി. കാരണം പിണറായിക്കെതിരെ പറഞ്ഞ ട്രാക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അല്ല അത് പിന്നെ കോൺഗ്രസ്സുകാരനാവുന്നു, കുറച്ചു നേരം BJP കാരനാവുന്നു, ഇപ്പൊ പറയുന്ന അഭിപ്രായം പിന്നെ മാറ്റി പറയുന്നു. അപ്പൊ അങ്ങനെ ഒരാള് ഇപ്പൊ പറയാണ് സാബു ജേക്കബിനെതിരെ പറയുന്ന ആള് ചിലപ്പോൾ സാബു എന്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും റിയാക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2020 എന്ന പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിൽ എന്താ പറയാനുള്ളത്? അതിന് കൊല്ലം ജില്ലാ കമ്മിറ്റി ഉണ്ടോ? വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റി ഉണ്ടാകാൻ 2020 കൊല്ലത്തുണ്ടോ? അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അപ്പൊ ആ കാശ് കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഇലക്ഷൻ മത്സരിച്ചപ്പോൾ കുറെ കാശ് കിട്ടുമെന്ന് വിചാരിച്ചു, അത് കിട്ടിയില്ല. സാബുവും കൊടുത്തില്ല, BJP കൊടുത്തില്ല. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അവസാനം മത്സരിക്കാൻ വേണ്ടി 20 ലക്ഷത്തിന്റെ ബൈക്ക്, അതെന്താ ഹാർലി ഡേവിഡ്സൺ ആണോ? എനിക്കറിയാം. 20 ലക്ഷത്തിന്റെ ബൈക്കൊക്കെ വിറ്റുന്നാണ് കേൾക്കുന്നത്. 20 ലക്ഷത്തിന്റെ ബൈക്കൊക്കെ ഉണ്ടോ? തള്ളി 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 മലത്താണല്ലോ, എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ 20 ലക്ഷത്തിന്റെ കാറെന്നാ പറഞ്ഞ മനസ്സിലാവും. ഓക്കെ, കുമാര തള്ളല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷ, കാശ് കിട്ടിയില്ല. BJP തന്നില്ല, സാബു ചോദിച്ചിട്ട് സാബുവും കൊടുത്തില്ല. അത് തന്നെയാണ് പ്രശ്നം. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ. ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇനിയിപ്പോൾ മൂപ്പരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിൽക്കുക. നാളെ ട്രെൻഡ് മാറുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കുക. അതിനോട് നമ്മൾ എന്ത് റിയാക്ട് ചെയ്യാനാണ് സുരേഷ്? എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി മതി, ഞാൻ വന്നിട്ട് തരാട്ടോ.